കേരളത്തിൽ പ്രതീക്ഷിക്കാതെ ലഭിച്ച ചരിത്ര വിജയത്തിൽ കോൺഗ്രസും UDFും മതിമറന്ന് ആഘോഷിക്കുമ്പോൾ ഇടതുപക്ഷ വിശ്വാസികൾ കുറച്ചു നിരാശയിലാണ്. സത്യത്തിൽ അവർക്ക് അത്ര വലിയ നിരാശയിലേക്ക് പോകേണ്ടതുണ്ടോ? തോൽവിയും ജയവും ഒക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും തോൽക്കുമ്പോഴും ഇടതുപക്ഷം ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വലതുപക്ഷ പ്രവർത്തകർ. എന്നാൽ അതിനേക്കാൾ ശക്തിയായി ഇടതുപക്ഷം തിരിച്ചു വന്ന കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. BJP കൂടി ഇപ്പോൾ രംഗത്തെത്തിയതോടെ ഇടതുപക്ഷത്തിന് ഇനി സാധ്യതയില്ല എന്ന ഒരു ധാരണ കൂടി ഇക്കൂട്ടർ പറഞ്ഞു പരത്തുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞു പരത്തലും ധാരണ കൈവശം വയ്ക്കലുമൊക്കെ കുറച്ചു നാളുകൾ കൂടി മാത്രമേയുള്ളൂ എന്നുള്ളതാണ് സത്യം. VD സതീശൻ സർക്കാരിൻ്റെ മധുവിധുകാലം അവസാനിക്കുമ്പോൾ ഇതിനെല്ലാം മാറ്റം വരും. അതിനിടയിൽ പലരും ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളാണ് ബംഗാളിലേക്കും ത്രിപുരയിലേക്കും ഒന്ന് നോക്കൂ, അവിടെ ഇടതുപക്ഷത്തിൻ്റെ തകർച്ച എന്നുള്ളത്. കേരളത്തിൽ എത്രത്തോളം വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും 10 വർഷം ഇവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാർ നുണപ്രചരണങ്ങളിലൂടെ താഴെ വീണൊരു സാഹചര്യമാണ് കേരളം കണ്ടത്. അതിനേക്കാൾ വലിയ നുണപ്രചരണങ്ങളായിരുന്നു ബംഗാളിലെയും ത്രിപുരയിലെയും ഇടതുപക്ഷ സർക്കാരുകൾക്കെതിരെ വലതുപക്ഷവും അവരുടെ മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിച്ചത്. 15 വർഷമായി ആ നുണപ്രചരണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ ബംഗാളിൽ ഇടതുപക്ഷം വിയർപ്പൊഴുക്കുകയായിരുന്നു. പക്ഷേ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്ന പഴമൊഴി ബംഗാളിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നുണപ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ച തൃണമൂൽ കോൺഗ്രസ് തകർന്നു തരിപ്പണമായി കഴിഞ്ഞു. പക്ഷേ അതിനൊപ്പം കേൾക്കുന്ന മറ്റൊരു വാർത്തയുണ്ട്. ഒരു കനലിൽ നിന്നും തീ പടർന്നു തുടങ്ങുന്നു എന്ന വാർത്ത. ചരിത്രം ചിലപ്പോൾ ഒരു വലിയ കടൽ പോലെയാണ്. പുറമേ നോക്കുമ്പോൾ ശാന്തമെന്ന് തോന്നും. എന്നാൽ അടിത്തട്ടിൽ രൂപപ്പെടുന്ന അടിയൊഴുക്കുകൾ ഒരു വലിയ സുനാമിയായി രൂപാന്തരപ്പെടാൻ അധിക സമയം വേണ്ട. 2026 പശ്ചിമബംഗാൾ രാഷ്ട്രീയവും അതുപോലെ ഒരു വലിയ സുനാമിക്കാണ് സാക്ഷ്യം വഹിച്ചത്. നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാകും, 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണം അവസാനിച്ചു. BJP 207 സീറ്റുകളോടെ ബംഗാളിൻ്റെ അധികാരം പിടിച്ചെടുത്തു എന്ന്. അതുമല്ലെങ്കിൽ സാക്ഷാൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വെറും 80 സീറ്റുകളിലേക്ക് ചുരുങ്ങി എന്ന വാർത്ത നിങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ആരും കാണാത്ത, അല്ലെങ്കിൽ പലരും കണ്ടില്ലെന്ന് നടിച്ച മറ്റൊരു വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഇപ്പോൾ ബംഗാളിൻ്റെ മണ്ണിൽ നടക്കുന്നുണ്ട്. അത് കേവലം BJPയുടെ വിജയത്തിൻ്റെയോ തൃണമൂലിൻ്റെ തകർച്ചയുടെയോ കഥയല്ല. അത് ചാരത്തിൽ നിന്നും ചിറകടിച്ചുയരുന്ന ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥയാണ്. 1/4 നൂറ്റാണ്ടിലേറെക്കാലം ബംഗാളിനെ ചെങ്കോട്ടയാക്കി മാറ്റുകയും പിന്നീട് തീർത്തും അപ്രസക്തമാവുകയും ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ അവിശ്വസനീയമായ തിരിച്ചുവരവിൻ്റെ കഥ. തുടർച്ചയായ 34 വർഷങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയധികം കാലം അധികാരത്തിലിരുന്നിട്ടുള്ളത് അപൂർവമാണ്. എന്നാൽ നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും ഭൂമി ഏറ്റെടുക്കൽ വിവാദങ്ങൾ ആ ഭരണത്തിൻ്റെ അടിത്തറ തോണ്ടിച്ചു. അവിടെയാണ് മമതാ ബാനർജിയുടെ ഉദയം. മാറ്റി മാനുഷ്, അതായത് അമ്മ, മണ്ണ്, മനുഷ്യൻ എന്ന മുദ്രാവാക്യം ഉയർത്തി അവർ ഇടതുപക്ഷത്തിനെതിരെ രംഗത്തെത്തി. ഇടതുപക്ഷത്തെ എതിർത്തിരുന്ന സകലരും, കോൺഗ്രസ്സുകാരും തീവ്ര വലതുപക്ഷക്കാരും മമതയുടെ കുടക്കീഴിൽ അണിനിരന്നു. അങ്ങനെ 2011 ബംഗാളിൽ ഇടതുപക്ഷം വീണു. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ വിരുദ്ധത എന്ന ഒറ്റ വികാരത്തിന്മേൽ കെട്ടിപ്പടുത്ത ഒരു താൽക്കാലിക കൂടാരം മാത്രമായിരുന്നു അത്. കാലം മുന്നോട്ട് പോയപ്പോൾ ആ കൂടാരത്തിൻ്റെ തൂണുകൾക്ക് ഇളക്കം തട്ടി തുടങ്ങി. 2026 മെയ് മാസം ബംഗാളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അഴിമതി ആരോപണങ്ങളും സ്വേച്ഛാധിപത്യ പ്രവണതകളും തൃണമൂലിനെ ജനങ്ങളിൽ നിന്നും അകറ്റിയിരുന്നു. ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. BJP 207 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. തൃണമൂൽ 80 സീറ്റുകളിൽ ഒതുങ്ങി. എന്നാൽ പ്രതിസന്ധി അവിടെ തീർന്നില്ല, യഥാർത്ഥത്തിൽ തുടങ്ങുകയായിരുന്നു. അധികാരമില്ലാത്ത തൃണമൂൽ കോൺഗ്രസ് എന്നത് ജീവനില്ലാത്ത ഒരു ശരീരം പോലെയാണ് എന്ന് കാലം തെളിയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ആരംഭിച്ചു. 2026 ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ ബംഗാൾ കണ്ടത് അവിശ്വസനീയമായ കാഴ്ചകളാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ 80 MLA-മാരിൽ 65 പേരും പ്രതിപക്ഷ നേതാവായ ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജിക്കെതിരെ തിരിഞ്ഞു. അവർ കൊൽക്കത്തയിലെ തൃണമൂൽ ഭവൻ എന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കുകയും ഗേറ്റുകൾ പൂട്ടുകയും ചെയ്തു. പാർട്ടിയുടെ പേരും ചിഹ്നവും ആവശ്യപ്പെട്ട് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഏത് പാർട്ടിയെയാണോ മമത സ്വന്തം ചോരയും നീരും നൽകി വളർത്തിയത്, അതേ പാർട്ടിയിൽ നിന്നവർ പുറത്താക്കപ്പെടുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ വേനൽ ചൂടിലെ ഐസ് കട്ട പോലെ തൃണമൂൽ കോൺഗ്രസ് ഉരുകി ഒലിക്കുകയാണ്. ഈ തകർച്ചയ്ക്ക് നടുവിലാണ് ആരും അറിയാതെ, വലിയ ശബ്ദ കോലാഹലങ്ങളില്ലാതെ ഇടതുപക്ഷം തങ്ങളുടെ പഴയ ചെങ്കൊടികളിലെ പൊടി തട്ടിയെടുത്തത്. 2021 തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതെ ബംഗാൾ നിയമസഭയിൽ സംപൂജ്യരായി മാറിയ CPM-ന് 2026 മുർഷിദാബാദിലെ ദോങ്കൽ മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റ് ലഭിച്ചു.
സംസ്ഥാനത്താകെ അവർക്ക് ലഭിച്ച വോട്ട് വിഹിതം വെറും 4.45%. അവിടെ അവസാനിക്കേണ്ടതായിരുന്നു അവരുടെ ചരിത്രം. എന്നാൽ അവിടെയാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിടേണ്ടത് എന്ന് അവർ തെളിയിച്ചത്. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ അധികാരത്തിനും പാർട്ടി ഓഫീസിനും വേണ്ടി തെരുവിൽ തമ്മിലടിക്കുമ്പോൾ CPM തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ്. ജൂൺ 25-ന് ബംഗാളിലെ ഏറ്റവും പ്രമുഖവും ആധികാരികവുമായ പ്രാദേശിക മാധ്യമമായ ആനന്ദ് ബസാർ പത്രിക ഒരു വാർത്ത നൽകി. ആ വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു: ജൂലൈ ദാക്ക സദാഷ് ലോക്ഘർ ജോന്യ ആശാര്യ CPM. ബംഗാളി ഭാഷയാണ്. മലയാളം ഇങ്ങനെയാണ്: അനിശ്ചിതത്വത്തിലായ 27 ലക്ഷം പേർക്ക് വേണ്ടി CPM രംഗത്ത്. എന്തായിരുന്നു ആ വിഷയം? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ, അതായത് SIR പരിപാടിയിൽ, ബംഗാളിലെ 27 ലക്ഷത്തോളം പാവപ്പെട്ട മനുഷ്യരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടിരുന്നു. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഭരണകക്ഷിയായ BJPയോ ആഭ്യന്തര കലഹത്തിൽ മുഴുകിയ തൃണമൂലോ തയ്യാറായില്ല. അവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങിയത്. അവർ പത്രസമ്മേളനം നടത്തിയില്ല, പകരം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. സർക്കാരിൻ്റെ പുതിയ ITI നയങ്ങൾക്കെതിരെ ജൂൺ 29-ന് വീണ്ടും CPM തെരുവിലിറങ്ങി. ITI നിയെ സിദ്ധാന്തേ സ്വരാബ് ബാം, അതായത് ITI തീരുമാനത്തിൽ ശബ്ദമുയർത്തി ഇടതുപക്ഷം എന്ന് ആനന്ദ് ബസാർ പത്രിക വീണ്ടും എഴുതി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാധാരണക്കാർക്ക് ചുറ്റും അവർ മനുഷ്യച്ചങ്ങല തീർത്തു. ഇടതുപക്ഷം വീണ്ടും പൊടിയും വിയർപ്പുമുള്ള തെരുവുകളിലേക്ക് തിരിച്ചിറങ്ങുകയായിരുന്നു. ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഭരണകക്ഷിക്കെതിരായ യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തുടങ്ങി. ജനങ്ങൾക്ക് അത് ബോധ്യമായി തുടങ്ങി. ഇതിനു മുൻപ് ഈ പശ്ചാത്തലത്തിലാണ് ഫൽത്ത നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ BJPയിലേക്കും തൃണമൂലിലേക്കുമായിരുന്നു. ഫലം വന്നപ്പോൾ BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് ഒന്നാം സ്ഥാനക്കാരായിരുന്നില്ല, രണ്ടാമതെത്തിയ ആളായിരുന്നു. ആ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ദയനീയമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സംസ്ഥാന ശരാശരിയായ 4.45% നിന്ന് കുതിച്ചുയർന്ന് 19.34% വോട്ടുകളോടെ CPM സ്ഥാനാർത്ഥി രണ്ടാമതെത്തി. ദ ഹിന്ദു പത്രം ഇതിനെക്കുറിച്ച് വലിയൊരു വിശകലനം തന്നെ പ്രസിദ്ധീകരിച്ചു. CPM സീസ് സിൽവർ ലൈനിങ് ഇൻ ഫാൽറ്റ അസംബ്ലി റീപോൾ റിസൾട്ട് എന്നായിരുന്നു ആ വാർത്ത. വെറുമൊരു വോട്ട് വർധനവായിരുന്നില്ല അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്നത് കേവലം ഒരു കടലാസ് പുലിയായിരുന്നുവെന്നും BJPയെ നേരിടാൻ അവർക്ക് കഴിവില്ലെന്നും ബംഗാളിലെ ജനങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ ആദ്യത്തെ തെളിവായിരുന്നു ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചാൽ, തൃണമൂലിൻ്റെ സ്വാധീനമില്ലാതായാൽ ഇടതുപക്ഷം അതിശക്തമായി തിരിച്ചു വരുമെന്ന മുഹമ്മദ് സലീമിൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നതായിരുന്നു ആ മുന്നേറ്റം. ഉറപ്പിച്ചോളൂ, ഇന്ന് ബംഗാളിൻ്റെ അന്തരീക്ഷം മാറുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അതിൻ്റെ അവസാന ശ്വാസം വലിക്കുമ്പോൾ ആ രാഷ്ട്രീയ ഇടം വളരെ സ്വാഭാവികമായി ഇടതുപക്ഷത്തേക്ക് വന്നു ചേരുകയാണ്. കാരണം ബംഗാളിൻ്റെ മണ്ണിൽ അടിസ്ഥാനപരമായി എക്കാലത്തും നിലനിന്നിരുന്നത് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ്. തൃണമൂൽ എന്നത് അതിനിടയിൽ വന്നൊരു പ്രതിഭാസം മാത്രമായിരുന്നു. അതില്ലാതാകുന്നതോടെ യഥാർത്ഥ പ്രത്യയശാസ്ത്ര പോരാട്ടം വീണ്ടും ആരംഭിക്കുകയാണ്. CPMൻ്റെ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ മാസം ചേർന്ന വിലയിരുത്തൽ യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ തന്നെ അവരുടെ പുതിയ ഉണർവിൻ്റെ തെളിവാണ്. പഴയ നേതാക്കളെ മാറ്റി നിർത്തി യുവാക്കളെയും വിദ്യാർത്ഥികളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു. കോൺട്രാക്ട് തൊഴിലാളികൾ, തൊഴിലില്ലാത്ത യുവാക്കൾ, കാർഷിക പ്രതിസന്ധി നേരിടുന്ന കർഷകർ എന്നിവരെ സംഘടിപ്പിച്ചുകൊണ്ട് അടിത്തട്ടിൽ നിന്ന് പാർട്ടിയെ പുനർനിർമ്മിക്കുകയാണവർ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, കേവലം ഒരു സീറ്റും കുറച്ച് വോട്ട് ശതമാനവും വെച്ചുകൊണ്ട് ഇത്ര വലിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന്. ചരിത്രം ഓർമ്മിക്കുക. 2011-ൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് വർഷങ്ങളോളം അവർ തെരുവിൽ നടത്തിയ ചോര ചീന്തിയ പോരാട്ടങ്ങളുണ്ട്. ഇന്ന് അതേ തെരുവുകൾ വീണ്ടും ചെങ്കൊടികളെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം തൃണമൂലിൻ്റെ അഴിമതിയിൽ മനമെടുത്ത BJPയുടെ വലതുപക്ഷ നയങ്ങളെ ഭയക്കുന്ന വലിയൊരു വിഭാഗം ജനതയ്ക്ക് മുന്നിൽ ബദലായി നിൽക്കാൻ ഇന്ന് ബംഗാളിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ബംഗാളിലെ പ്രാദേശിക മാധ്യമങ്ങൾ ദിനംപ്രതി നൽകുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: കഥ കഴിഞ്ഞിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ പൂട്ടപ്പെടുമ്പോൾ, അവർ തമ്മിലടിക്കുമ്പോൾ, ഗ്രാമങ്ങളിലെ ചെറിയ ചായക്കടകളിൽ, ഫാക്ടറി ഗേറ്റുകളിൽ, സർവകലാശാല ക്യാമ്പസുകളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പുതിയ തലമുറ തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുകയാണ്. ഫൽത്തയിലെ 19% വോട്ട് ഒരു തുടക്കം മാത്രമാണ്. അനിശ്ചിതത്വത്തിലായ 27 ലക്ഷം പേർക്ക് വേണ്ടി അവർ നടത്തുന്ന സമരം ഒരു ഓർമ്മപ്പെടുത്തലാണ്.